ഇസ്രയേൽ നടത്തിയ പേജർ ആക്രമണം ഹിസ്ബുള്ളയെ ഞെട്ടിപ്പിച്ചതിനോടൊപ്പം മാനസികമായും തളർത്തി. ലെബനനിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയും തീവ്രവാദി സംഘടനയുമാണ് ഹിസ്ബുള്ള. ചൊവ്വാഴ്ച നടന്ന ആദ്യഘട്ട ആക്രമണത്തിൽ 12 പേരാണ് മരിച്ചിരുന്നത്. അന്ന് 2700 പേർക്കാണ് പരിക്കേറ്റത്. എന്നാൽ ബുധനാഴ്ച നടന്ന ആക്രമണത്തിൽ 20 പേരാണ് മരിച്ചത്. പരിക്കേറ്റത് 450-ലധികം പേർക്ക്. എന്നാൽ തങ്ങളാണോ ഇത് ചെയ്തതെന്ന് പറയാത്ത ഇസ്രായേൽ അതിൻ്റെ ഉത്തരവാദിത്തം നിഷേധിക്കുന്നുമില്ല. കഴിഞ്ഞ 11 മാസങ്ങളായി ഇസ്രയേലും ലെബനോണും അതിർത്തിയിൽ നടക്കുന്ന പ്രത്യാക്രമണങ്ങളിൽ ഹിസ്ബുള്ളയ്ക്ക് നിരവധി നേതാക്കളെയും കേഡറുകളെയും നഷ്ടപ്പെട്ടിരുന്നു. പല നേതാക്കളെയും കൃത്യമായ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അതേസമയം 2 ഘട്ടങ്ങളിലായി നടന്ന പേജർ ആക്രമണങ്ങളിൽ 37 പേർ മരിച്ചതായും പറയുന്നുണ്ട്. എന്നാൽ പേജർ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രായേൽ ലെബനന് നേരെ വ്യോമ ആക്രമണവും നടത്തുകയാണ്. 70 തവണയെങ്കിലും ഇസ്രായേൽ വ്യോമ ആക്രമണം നടത്തുന്നതായാണ് പറയുന്നത്. പേജർ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള നേതാവ് പറഞ്ഞ ഉടനെയാണ് ഇസ്രായേൽ വ്യോമ ആക്രമണം നടത്തിയത്. ഇത് ഹിസ്ബുള്ളയുടെ ശരീരത്തിന് നേരെ നടത്തിയ വലിയ വെട്ടാണെന്ന് നിരീക്ഷകർ പറയുന്നു. ഈ മുറിവുണങ്ങാൻ ഒരുപാട് സമയമെടുക്കും. ഒരു ഭാഗത്ത് തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള പറയുന്നുണ്ടെങ്കിലും അതിലെ അംഗങ്ങളെല്ലാം വലിയ ഷോക്കിലാണ്, പ്രത്യേകിച്ചും ബുധനാഴ്ച നടത്തിയ 2ാം ഘട്ട ആക്രമണത്തിന് ശേഷം. 1980-ലാണ് തെക്കൻ ലെബനോനിലെ ഇസ്രായേലി ആക്രമണത്തെ നേരിടാൻ ഇറാൻ സഹായത്തോടെ ഹിസ്ബുള്ള രൂപീകരിക്കുന്നത്. 2000 വരെയാണ് ഇസ്രായേലിൻ്റെ അധിനിവേശം നടന്നത്. ഇതോടെ ഹിസ്ബുള്ള ലെബനനിലെ വലിയ രാഷ്ട്രീയ ശക്തിയായി മാറി. ലെബനനോടൊപ്പം സിറിയ, ഇറാഖ്, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും അത് പടർന്നു. പേജർ ആക്രമണത്തിൽ തങ്ങളുടെ എത്ര കേഡർമാർക്ക് പരിക്കേറ്റു എന്ന് ഹിസ്ബുള്ള ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ സ്വാധീനമുള്ള ഇസ്രായേലി അതിർത്തിയായ തെക്കൻ പ്രദേശങ്ങളിലുള്ളവർക്കാണ് കൂടുതലും പരിക്കേറ്റത്. ബെയ്റൂട്ടിലും സമീപ പ്രദേശങ്ങളിലും കിഴക്കൻ ലെബനനിലെ ബൈക്ക് വാലിയിലുമൊക്കെ ആണ് 1ാം ഘട്ടത്തിൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റത്. ആദ്യഘട്ടത്തിലെ ആക്രമണം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ആശുപത്രികളിലെത്തിയവരിൽ 10% അതീവ ഗുരുതരമായി പരിക്കേറ്റവരായിരുന്നു. 460 ഓപ്പറേഷനുകളാണ് ആശുപത്രികളിൽ അന്ന് ഇവർക്കായി നടത്തിയത്. ഹിസ്ബുള്ളയ്ക്ക് ഏറ്റവും അധികം സഹായം നൽകുന്ന ഇറാൻ്റെ അംബാസഡർക്കും പരിക്കേറ്റിട്ടുണ്ട്. പേജറുകൾ ലെബനനിലെത്തിയത് ഈ അടുത്താണെന്ന് ഏതാനും ലെബനൻകാർ പറഞ്ഞു. ഏറ്റവും സുരക്ഷിതമായ ആശയവിനിമയം ഉപകരണം ഇതാണെന്നായിരുന്നു അവർ ധരിച്ചിരുന്നത്. നേരത്തെ അവർ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചതാണ്. ആക്രമണത്തോടെ പലരും പേജറുകൾ ഉപേക്ഷിച്ചതോടെ പരസ്പര ആശയവിനിമയം നടത്താനും അവർ ബുദ്ധിമുട്ടുകയാണ്. 2006-ൽ ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഹിസ്ബുള്ളയ്ക്ക് കനത്ത നാശം സംഭവിച്ചിരുന്നു. എന്നാൽ അവർ പിന്നീട് ശക്തി പ്രാപിക്കുകയായിരുന്നു. ഇസ്രായേലുമായി പരസ്യമായ ഒരു യുദ്ധമുണ്ടായാൽ 2 കൂട്ടർക്കും കനത്ത നാശമുണ്ടാകുമെന്നതിനാൽ ഇനിയൊരു യുദ്ധം വേണ്ടെന്ന അഭിപ്രായവും ഹിസ്ബുള്ളയിൽ ശക്തമാവുന്നുണ്ട്. എന്നാൽ പേജർ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകണമെന്നാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരിൽ പലരുടെയും ബന്ധുക്കൾ പറയുന്നത്. പരിക്കേറ്റ് കഴിയുന്നയാളിൻ്റെ മാതാവ് പറഞ്ഞതിങ്ങനെ: എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. അവൻ അവിടെ കിടക്കുകയായിരുന്നു. പേജർ ബി പഠിച്ചപ്പോൾ അവൻ എഴുന്നേറ്റു അതെടുത്തു. അവൻ്റെ മുഖത്തേക്ക് അത് പൊട്ടിത്തെറിച്ചു. ഇനി എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിനൊരു പരിഹാരം ഇസ്രായേലിനെ ഭൂമുഖത്തുനിന്ന് ഇല്ലാതാക്കുകയാണെന്ന് അവർ പറയുന്നു. എന്നാൽ ഇതെത്രത്തോളം പ്രായോഗികമാണെന്ന് പലർക്കും അറിയില്ല.